വീണ്ടും വന്നു ഗൈസ്. നിക്ക് നമുക്ക് വീഡിയോക്ക് പോകണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാം. ഇവിടെ അമ്പലപ്പറമ്പത്തിന് പറയുന്ന സ്കൂളിൻ്റെ താഴെ പിന്നെ പല ആൾക്കാർക്ക് എൻ്റെ വ്യക്തിപരമായിട്ടാണ്. ഞാനൊരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് ഏതാണ്ട് 2 വർഷമായി. ഒരിക്കലും ഇതുവരെ നോക്കുമ്പോൾ കുറവുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഈ മെക്സവിൻ്റെ എക്സസൈസിന് വരുന്ന അന്നൊന്നും നോക്കിയത്, പിന്നെ ഇന്നലെ നോക്കി. അന്ന് നോക്കുമ്പോൾ എൻ്റെ ഫാസ്റ്റിങ്ങിന് 185 അത് ഇന്നലെ നോക്കുമ്പോൾ 110 ആയിട്ടുണ്ട്. PPDS 328 അത് 145 അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ 275 അതിപ്പോൾ 149 ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും പിന്നെ വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ വയസ്സാകാലത്തും. ഇന്നലെ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. 1 മാസം കഴിഞ്ഞിട്ട് പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്ത് അത്ഭുതമാണ് നടന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഒരു ഹെൽത്ത് ക്ലബിൻ്റെ പരിപാടിക്ക് പോകുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ നടക്കും, പിന്നീട് എക്സസൈസുകൾ ചെയ്യും, പറ്റുന്നത് ചെയ്യും. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്ര കുറഞ്ഞു എന്ന് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഗുളിക ഒരെണ്ണം കഴിക്കുന്നത് നിർത്തരുത്. ഇത് കണ്ടിന്യൂ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇതിൽ ഗുണം ഉണ്ടാവും. അത് തന്നെയാണ്. ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആണല്ലോ, എനിക്കിനി ഒന്നും കഴിയില്ലല്ലോ, എൻ്റെ മനസ്സിനൊരു തോന്നലാണ്. ഒന്നാമത് പ്രായം 72 വയസ്സായി. ഇനിയിപ്പോൾ ഈ ചിലരൊക്കെ ചോദിക്കും ഈ വയസ്സിൽ ഇനിയിപ്പോൾ എക്സസൈസിന് പോകാൻ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യണമല്ലോ, കുറച്ചും കൂടിയൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു വിൽ പവറും കിട്ടും. അതാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്, നാട്ടുകാർ മാനോക്ക എന്ന് വിളിക്കും. ഞാൻ ഈ സ്കൂൾ ഗ്രൗണ്ട് തുടങ്ങി അന്ന് മുതൽ വരുന്നുണ്ട്. ഞാൻ ഒരു പ്രമേഹ രോഗിയാണ്. അതിന് ചികിത്സിക്കുന്നത് കോഴിക്കോടുള്ള ജിയോ ജോർജ് എന്ന് പറഞ്ഞ ഡോക്ടറാണ്. 3 മാസത്തിൽ ഒരിക്കൽ പോകും. ഞാൻ ഇൻസുലിൻ ചെയ്യാണ്. 24 രാവിലെയും 14 വൈകുന്നേരം അടിക്കും. ഇത് തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ വെറുതെ പറയല്ല, തുടങ്ങിയതിൻ്റെ ശേഷം 8 ദിവസം കഴിഞ്ഞപ്പോൾ അത് പ്രമേഹം കുറഞ്ഞിട്ട് 12 ആക്കിയത് 22 ആക്കി. ഇപ്പോൾ മിഞ്ഞാന്ന് ഞാൻ മുതൽ അത് 20ഉം 10ഉം ആക്കി. അങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എൻ്റെ കാലിന് നല്ല തരിപ്പുണ്ടായിരുന്നു, നടക്കാൻ തന്നെ ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല, എന്നാൽ തരിപ്പുണ്ടായിരുന്നു, അതിന് വളരെ കുറവുണ്ട്. പിന്നെ ഇതാണ് പറയാനുള്ളത്, നല്ല ഉറക്കമുണ്ട്. പിന്നെ അതിലൊക്കെ പുറമെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഉല്ലാസമാണ്, ഒരു ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. എല്ലാവരും കാണാനും എല്ലാവരും സംസാരിക്കുമ്പോഴും ഈ വ്യായാമം ചെയ്യുമ്പോഴും വളരെ സന്തോഷമുണ്ട്. അതാണ് മാനസികമായി വളരെ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്, വേറൊന്നുമില്ല. ഞാൻ ചൊവ്വാണെന്നാണ് വരേണ്ടത്. എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഷർ ഉണ്ടായിരുന്നു, ഒക്കെ നോർമലായി. പിന്നെ ഉറക്കല്ലായി ഉണ്ടായിരുന്നു, അത് സുഖമായി. പിന്നെ അലർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് സുഖമായി. മേലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഒരു വീഡിയോ കണ്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് എവിടെയും തോന്നില്ലേ പത്തികളിൽ എവിടെയും വന്നാലെന്ന്? ഇന്ന് ഗൈസ് അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പത്തേകളിൽ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം, എല്ലാവരും വന്നോളൂ കേട്ടോ. ഗൈസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മളെ ഇത് തുടങ്ങുന്നത്. പത്തേകളിൽ കൂട്ടായ്മ മാക്സ് 7 ഹെൽത്ത് ക്ലബ്ബ് ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസംബർ 1 എല്ലാവരും വരിക. അപ്പൊ ലേഡീസിനും ജെന്റ്സിനും ഉണ്ടാകും. വലിയപ്പമാരും വലിയമാരും വിളിക്കുന്നുണ്ട്, ഇക്കില്ല മക്കളേന്ന് ഒന്നും സങ്കടം വേണ്ട. വലിയപ്പമാർക്കും വലിയമ്മമാർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കാൽമുട്ട് വേന, തലവേന, പിന്നെ ശ്വാസം മുട്ട്, പിന്നെ ഊരവേന, എല്ലാ അസുഖത്തിനും പ്രഷറിനും ഷുഗറിനും ഒക്കെ നമുക്ക് മാറ്റം കാണാം. മറക്കണ്ട എന്ന് ഡിസംബർ 1 പൊളിക്കാം. നിങ്ങളുണ്ടാവില്ലേ? ഞാനും ഉണ്ടാവും. 1 മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സെപ്പറേറ്റ് ആണ്. അപ്പം മഴ വരുന്നുണ്ട്, ഞാൻ പോയി.